നമസ്കാരം. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയക്കിടെ യുവതിക്ക് വിരലുകൾ നഷ്ടമായ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇത്തരത്തിൽ എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു. ഇതൊരു അടിയന്തര ശസ്ത്രക്രിയയല്ല, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതായിരുന്നു. ശസ്ത്രക്രിയ നടത്തുന്നത് വിദഗ്ധരായ ഡോക്ടർമാർ ആണോ എന്ന് അന്വേഷിക്കണമായിരുന്നു എന്ന് മന്ത്രി അറിയിച്ചു. മുൻകാലങ്ങളിൽ ശസ്ത്രക്രിയ ചെയ്യുന്നവരുടെ അനുഭവങ്ങളെങ്കിലും കണക്കിലെടുക്കണമായിരുന്നു. ഇത്തരം ശസ്ത്രക്രിയകളുടെ പരിണിത ഫലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. കഴക്കൂട്ടം കുളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ചികിത്സ നടത്തിയ 31-കാരിയായ നീതുവിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനാണ് ഇവർ സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തെ സമീപിച്ചത്. ഫെബ്രുവരി 22-നാണ് നീതു അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. പ്രസവത്തിന് ശേഷമുള്ള വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള പരസ്യം കണ്ടാണ് കോസ്മെറ്റിക് ആശുപത്രിയുമായി നീതു ബന്ധപ്പെട്ടത്. 5 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത്. ആദ്യം യുവതി പിന്മാറിയെങ്കിലും 3 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടത്. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി ഗുരുതരാവസ്ഥയിലായ കേസിൽ ഡോക്ടർമാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വാദം. പല്ല്, ത്വക്ക് ചികിത്സയ്ക്ക് മാത്രമാണ് കോസ്മെറ്റിക് ആശുപത്രിക്ക് അനുമതിയുള്ളത്. അനുമതിയില്ലാതെ മറ്റു ചികിത്സകളും ഈ ആശുപത്രികളിൽ നടക്കാറുണ്ടെന്നാണ് DMOയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ഇവർ DGPയെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത്. ക്ലിനിക്കിനെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതാണ്. എന്നിട്ടും ഇതിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായ ആശുപത്രിക്ക് എങ്ങനെയാണ് ലൈസൻസ് ലഭിച്ചത് എന്നതും ദുരൂഹമായി തുടരുകയാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയും പറഞ്ഞിരുന്നു. തെറ്റായ രീതിയിലാണ് ലൈസൻസ് കൊടുത്തതെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ വേണം. ആരോഗ്യവകുപ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും സതീദേവി വ്യക്തമാക്കി.